യേശുക്രിസ്തുവിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സ്നാനത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ഭാഗത്തേക്ക് ഞാൻ വരികയാണ്. അവസാനത്തെ വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഈ വീഡിയോ രണ്ടും ഇപ്പോൾ ഇതിന് തൊട്ടു ചേർന്നുള്ളതും വീഡിയോ ഒന്നിച്ച് ഞാൻ റെക്കോർഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് വലിയ ദൈർഘ്യം കൂടി പോകുന്നതുകൊണ്ട് രണ്ടാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവസാനത്തെ ആ ഭാഗത്തേക്ക്, സ്നാനം എന്നുള്ള വിഷയത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് ഞാൻ വരട്ടെ. ഇനി എനിക്ക് സ്നാനത്തെക്കുറിച്ച്, പുതിയ നിയമ തിരുവെഴുത്തുകളിലെ സ്നാനത്തെക്കുറിച്ച് ഒന്നുകൂടി എനിക്ക് പറയാനുള്ളൂ എന്ന് ഞാൻ വിചാരിക്കുന്നു. അത് കൊലോസി ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 8 മുതലുള്ളായിരിക്കുന്ന വാക്യങ്ങളാണ്. കൊലോസി ലേഖനം 2-ാം അധ്യായം 8 മുതലുള്ള വാക്യങ്ങൾ ഞാൻ അവിടെ അതൊന്ന് വായിക്കാം. കുറച്ച് വാക്യങ്ങൾ വായിക്കാം. തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിപ്പാൻ സൂക്ഷിപ്പിൻ. അത് മനുഷ്യരുടെ സമ്പ്രദായത്തിന് ഒത്തവണ്ണം, ലോകത്തിൻ്റെ ആദ്യപാഠങ്ങൾക്ക് ഒത്തവണ്ണം അല്ലാതെ ക്രിസ്തുവിന് ഒത്തവണ്ണം ഉള്ളതല്ല. അപ്പോൾ ഇവിടെ ഒന്നാമതായിട്ട് പറഞ്ഞാൽ എന്താ അറിയാമോ? തത്വജ്ഞാനവും വെറും വഞ്ചനയും. ഇവിടെ പറയുന്ന കാര്യങ്ങൾ തത്വജ്ഞാനം എന്ന് പറഞ്ഞാൽ ഫിലോസഫിയാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇവിടെ പറയുന്നത് ഫിലോസഫി എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ മത ഫിലോസഫി, അല്ലെങ്കിൽ ലോകത്തിൻ്റെ ഒരു ഫിലോസഫി ഉണ്ടല്ലോ, ആ ഫിലോസഫിയും യഹൂദ ന്യായപ്രമാണവും കൂടെ ഒരുമിച്ച് ചേർന്ന് പോകുന്നതാണ്. അപ്പോൾ അതിനെ ഒന്നിച്ച് ചേർത്തതിനാണ് ഇവിടെ പറഞ്ഞത്, തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിപ്പാൻ സൂക്ഷിപ്പിൻ. അത് മനുഷ്യരുടെ സമ്പ്രദായത്തിന് എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ പാരമ്പര്യത്തിന്, മനുഷ്യ സമ്പ്രദായം എന്നുള്ളതൊക്കെ പാരമ്പര്യം എന്നാണ്, മനുഷ്യരുടെ സമ്പ്രദായത്തിന് ഒത്തവണ്ണം, ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങൾക്ക് ഒത്തവണ്ണം അല്ലാതെ ക്രിസ്തുവിന് ഒത്തവണ്ണമുള്ളതല്ല. അപ്പോൾ ഇവിടെ പറയുകയാണ്, ഈ തത്വജ്ഞാനവും വെറും വഞ്ചനയും അങ്ങനെയുള്ളായിരിക്കുന്ന കാര്യങ്ങൾ, യഹൂദ കെട്ടുകഥകൾ, യഹൂദ പ്രമാണങ്ങൾ, ന്യായപ്രമാണത്തിൻ്റെ ഉപദേശങ്ങൾ, അതിൻ്റെ കർക്കശമായിരിക്കുന്ന ഉപദേശ രീതികൾ, ഇതൊക്കെ ഒരുതരം തത്വജ്ഞാനമാണെന്നാണ് പൗലോസ് പറയുന്നത്. ഒരുതരം തത്വജ്ഞാനമാണ് ന്യായപ്രമാണത്തിൻ്റെ ഉപദേശങ്ങളെല്ലാം. അതുകൊണ്ടൊന്നും നിങ്ങളെ ആരും വഞ്ചിച്ച് കളയരുത്. കൊലോസ്യരോട് പറയുകയാണ്, നിങ്ങളെ ആരും വഞ്ചിച്ച് കളയാതിരിപ്പാൻ നിങ്ങളെ സൂക്ഷിപ്പിൻ. അത് മനുഷ്യരുടെ സമ്പ്രദായമാണ്, അത് ലോകത്തിൻ്റെ ആദ്യ പാഠമാണ്. ഞാൻ ഇതിന് കഴിഞ്ഞ, അതായത് ഇതിന് തൊട്ട് മുമ്പുള്ള വീഡിയോ അല്ല, അതിന് മുമ്പിലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു, ന്യായപ്രമാണത്തെക്കുറിച്ച് പറയുന്നത് അത് എന്താണ്, ലോകത്തിൻ്റെ ആദ്യ പാഠമാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അത് ശിശുക്കളെ വളർത്തിയെടുക്കാനുള്ളതായിരിക്കുന്ന ബാലപാഠമാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ആ വീഡിയോയിലൂടെ നിങ്ങളോട് പറഞ്ഞിരുന്നു. ഇവിടെയും പറയുന്നത് അത് ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങളാണ് എന്ന് പറഞ്ഞാൽ, ഇതൊക്കെ ഈ ന്യായപ്രമാണത്തിൻ്റെ ഉപദേശമല്ല, ലോകത്തിൻ്റെ ആദ്യ പാഠമാണ്. ഈ സ്നാനം വന്നത് എവിടുന്നാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അത് പിന്നെ ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ ന്യായപ്രമാണത്തിൽ നിന്നാണ് ഈ സ്നാനം വന്നത്. അത് ലോകത്തിൻ്റെ ആദ്യ പാഠമാണ്. പൊയ്പോയ, അല്ലെങ്കിൽ നീക്കിക്കളഞ്ഞ ന്യായപ്രമാണത്തിൻ്റെ ഓരോ കാര്യങ്ങൾ, ഈ സ്നാനങ്ങളെക്കുറിച്ചുള്ള ഉപദേശവും മരിച്ചവരുടെ പുനരുദ്ധാനവും പിന്നെ കൈവെപ്പ്, ഇങ്ങനെയുള്ളായിരിക്കുന്ന കാര്യങ്ങളെല്ലാം ന്യായപ്രമാണത്തിൻ്റെ ഉപദേശങ്ങൾ. ആ അടിസ്ഥാനം നിങ്ങൾ പിന്നെയും ഇടരുത് എന്നൊക്കെ ഞാൻ എൻ്റെ മുമ്പിലത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നിരുന്നു. നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടല്ലോ. അതേ കാര്യം തന്നെയാണ് ഇവിടെയും പറയുന്നത്. അത് മനുഷ്യരുടെ സമ്പ്രദായത്തിന് ഒത്തവണ്ണം, ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങൾക്ക് ഒത്തവണ്ണമല്ലാതെ ക്രിസ്തുവിന് ഒത്തവണ്ണം ഉള്ളതല്ല. ഈ പറയുന്നതായിരിക്കുന്ന ഈ ഉപദേശങ്ങളൊന്നും ക്രിസ്തുവിന് ഒത്തവണ്ണമുള്ളതല്ല എന്ന് പറഞ്ഞു. കാരണം എന്താ വെച്ചാൽ, ഈ ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങളുടെ ഒരു നിയമം എന്താണെന്നറിയാമോ? ആ നിയമം എന്ന് പറഞ്ഞാൽ, മനുഷ്യൻ്റെ ശരീരമാണ്, ജഡമാണ്, ദൈവത്തോട് ബന്ധപ്പെടാൻ കഴിയാതെ വണ്ണം അവനെ അകറ്റുന്നതായിരിക്കുന്ന പാപപ്രകൃതിയുള്ളതായിരിക്കുന്ന വശം എന്ന് പറയുന്ന മനുഷ്യൻ്റെ ജഡമാണ്. അവന് ആത്മീയനായിരിക്കുന്ന ദൈവത്തോട്, വിശുദ്ധനായിരിക്കുന്ന ദൈവത്തോട് ബന്ധപ്പെടാൻ കഴിയാതെ വണ്ണം അവനെ തടഞ്ഞു നിർത്തുകയാണ്. കാരണം പാപം ചെയ്യാനുള്ളതായിരിക്കുന്ന പ്രേരണ നമ്മളിലുണ്ട്. പൗലോസ് അപ്പോസ്തലൻ പറയുന്ന പോലെ തന്നെ, പാപത്തിൻ്റെ പ്രമാണം എൻ്റെ അവയവങ്ങളിൽ വ്യാപരിക്കുന്നു എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും ജഡശരീരത്തിന്മേൽ പാപത്തിൻ്റെ പ്രമാണമുണ്ട്. അതുകൊണ്ട് ഈ ജഡശരീരത്തെ നമ്മൾ മർദ്ദിക്കുക, ശിക്ഷിക്കുക, ജഡശരീരത്തെ നമ്മൾ കഠിനമായിട്ട് വേദനിപ്പിക്കുക, അങ്ങനെയെല്ലാം ചെയ്ത് അതിനുള്ളായിരിക്കുന്ന വഴികൾ കണ്ടെത്തി ആത്മീയനായിരിക്കുന്ന ദൈവത്തോട് നമ്മുടെ ആത്മാവുമായിട്ട് ബന്ധപ്പെടാൻ ജഡശരീരത്തെ ഇടിച്ചൊതുക്കുന്നതാണ് ഏറ്റവും നല്ല വിദ്യ എന്നുള്ളതാണ് ലോകത്തിൻ്റെ സകല തത്വജ്ഞാനവും. എല്ലാ മതങ്ങളും അതല്ലേ പഠിപ്പിക്കുന്നത്. നിങ്ങളൊന്ന് കേട്ടു നോക്കിയേ. ഏത് മതമാണ്, ഹിന്ദു മതമായാലും ബുദ്ധമതമായാലും ജൈനമതമായാലും ക്രിസ്ത്യൻ മതമായാലും, അതല്ലെങ്കിൽ ഇസ്ലാം മതമാണെങ്കിലും എല്ലാം ഇങ്ങനെ നോമ്പും പ്രാർത്ഥനയും ഉപവാസവും പട്ടിണിയും പിന്നെ തീർത്ഥാടനങ്ങളും പിന്നെ അങ്ങനെ ഒരുപാട് കിലോമീറ്ററുകൾ നടന്ന് ഒക്കെ അങ്ങ് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ, ജഡത്തെ ശിക്ഷിക്കുന്നിടത്തോളം ദൈവം എന്നിൽ പ്രസാദിച്ചുകൊണ്ടിരിക്കും. ജഡത്തെ കൊല്ലാനായിട്ട് പറ്റുമോ, ജഡത്തിന് വേദന കൊടുക്കാനായിട്ട് പറ്റുമോ എന്നാൽ ദൈവം എന്നിൽ പ്രസാദിക്കും. ഇങ്ങനെയുള്ളായിരിക്കുന്ന ഒരു ചിന്താഗതി തത്വജ്ഞാനത്തിൻ്റെയും ലോകമതങ്ങളുടെയും കാഴ്ചപ്പാടാണ്. ഇതേ കാഴ്ചപ്പാടാണ് ന്യായപ്രമാണത്തിലും ഉള്ളതെന്നാണ് ഇവിടെ പറയുന്നത്. കാര്യം മനസ്സിലായില്ലേ? അതെല്ലാം ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങളാണെന്നാണ് പൗലോസ് പറയുന്നത്. ന്യായപ്രമാണത്തിൽ എന്താ ഉള്ളത് അത് പറഞ്ഞിട്ട് താഴേക്ക് പൗലോസ് പറഞ്ഞു നോക്കിയാൽ എത്ര വ്യക്തമാണെന്ന് നോക്കിയാൽ, നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. അത് പറഞ്ഞ് താഴേക്ക് വരുമ്പോൾ പൗലോസ് പറയുകയാണ്, അതുകൊണ്ട് ഈ ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങളിൽ നിന്നും നമ്മൾ അതിനകത്തൊന്നും വീഴണ്ടെന്ന് പറഞ്ഞിട്ട്, അതുകൊണ്ട്
അവരോട് ഉപദേശിക്കുകയാണ്. അതുകൊണ്ട് ഭക്ഷണപാനങ്ങൾ സംബന്ധിച്ചോ പെരുന്നാൾ, വാവ്, ശബത്ത് എന്നീ കാര്യത്തിലോ ആരും നിങ്ങളെ വിധിക്കരുത്. കാരണം എന്താ വെച്ചാൽ ന്യായപ്രമാണത്തിൽ ഇതെല്ലാം ഉണ്ട്. ഭക്ഷണപാനങ്ങൾ സംബന്ധിച്ചുള്ളായിരിക്കുന്ന ഉപദേശങ്ങളുണ്ട്. അത് ഇന്നത് തിന്നരുത്, അത് തിന്നരുത്, ഇത് തിന്നരുത്, പലതും തിന്നാൻ പാടില്ല. അതുപോലെ തന്നെ സംബന്ധിച്ചോ പെരുന്നാൾ, വാവ്, ശബത്ത് എന്നീ കാര്യത്തിലോ ആരും നിങ്ങളെ വിധിക്കുക. ഈ പെരുന്നാളും വാവും ശബത്തും ഒക്കെ ഈ യഹൂദ ന്യായപ്രമാണത്തിൻ്റെ നിയമമാണ്. ലോകത്തിലെ എല്ലാ മതങ്ങൾക്കും ഇല്ല ഈ നിയമങ്ങൾ. എല്ലാ മതങ്ങൾക്കും ഇല്ല ഇങ്ങനെയുള്ളായിരിക്കുന്ന ദിവസങ്ങൾ നോക്കലും പിന്നെ പള്ളിയിലെ ആചാരങ്ങളും മറ്റുള്ളായിരിക്കുന്ന കാര്യങ്ങളും ഒക്കെ ഇല്ലേ. ഇതെല്ലാം ഇല്ല. ഈ ശബത്ത് നോട്ടമുണ്ട്, അതുപോലെ തന്നെ വാവ് നോട്ടമുണ്ട്, പിന്നെ ശബത്ത് പെരുന്നാൾ ആഘോഷമുണ്ട്. ഈ കാര്യത്തിൽ ആരും നിങ്ങളെ വിധിക്കരുതെന്ന പോലും പറയും. ഇതൊക്കെ ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങളാണെന്നാണ് പറഞ്ഞ് മനസ്സിലാകുന്നുണ്ട്. ഞാൻ ഈ 8-ാം വാക്യം തൊട്ട് നിങ്ങളോട് പറഞ്ഞു വരികയാണ്. അത് നിങ്ങൾ ആരെയും വിധിക്കരുത്. ഇവ വരുവാനിരുന്നവയുടെ നിഴലത്രേ. ദേഹം എന്നതോ ക്രിസ്തുവിനുള്ളത്. ഈ ശരീരത്തെ ദണ്ഡിപ്പിച്ച് കീഴടക്കിയാൽ ദൈവം എന്നിൽ പ്രസാദിക്കും. അതിനു വേണ്ടിയിട്ട് ഓരോരുത്തർ സ്വന്തം ശരീരത്തിൽ ശൂലം കുത്തിക്കയറ്റുക. അയ്യോ, ഓരോരുത്തർ ചെയ്യുന്നതായിരിക്കുന്ന സ്വന്തം ശരീരപീഡ ഓർത്ത് കഴിഞ്ഞാൽ സങ്കടം വരും. ദൈവത്തെ പ്രസാദിപ്പിക്കാൻ എന്തല്ല. ഞാൻ തമിഴ്നാട്ടിൽ ജനിച്ച് വളർന്ന ഒരാളാണ്. അപ്പോൾ തമിഴ്നാട്ടിലുള്ളായിരിക്കുന്ന ഓരോ കാഴ്ചകൾ കണ്ടിട്ട് എനിക്ക് അത്ഭുതം തോന്നിപ്പോയിട്ടുണ്ട്. എങ്ങനെയെല്ലാം ശരീരത്തെ പിന്നെ മുറിപ്പെടുത്താൻ പറ്റുമോ ആ വിധത്തിൽ മുറിപ്പെടുത്തി അവരുടെ ദൈവത്തെ ആരാധിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിരിക്കുന്ന വിഷമം തോന്നിയിട്ടുണ്ട് സ്വന്തം ശരീരത്തെ ഇങ്ങനെ അവർ കാട്ടിക്കൂട്ടുന്നത്. ഇതൊക്കെ ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങളാണ്. ഇവിടെ പറഞ്ഞാട്ടെ, ഇതൊക്കെ ശരീരം എന്നത് ഇവ വരുവാനിരുന്നവയുടെ നിഴലത്രേ. ദേഹം എന്നതോ ക്രിസ്തുവിനുള്ളത്. എൻ്റെ ഈ ശരീരം വളരെ നന്നായി സൂക്ഷിക്കണം. നമ്മുടെ ഓരോരുത്തരുടെയും ശരീരം ക്രിസ്തുവിനുള്ളതാണ്. വളരെ നന്നായി സൂക്ഷിക്കണം. വളരെ ക്ലിയറായിട്ട് പിന്നെ അഴുക്ക് പറ്റാതെയും ലോകത്തിൻ്റെ മാലിന്യം പറ്റാതെയും അതിനെ ദൈവത്തിന് വേണ്ടി സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. ശരീരം എന്നതോ ക്രിസ്തുവിനുള്ളത്. താഴ്മയിലും ദൂതന്മാരെ ആരാധിക്കുന്നതിലും രസിച്ച് സ്വന്തം ദർശനങ്ങളിൽ പ്രവേശിക്കുകയും തൻ്റെ ജഡമനസ്സിനാൽ വെറുതെ ചീർക്കുകയും തലയെ മുറുകെ പിടിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ ആരും നിങ്ങൾ വിരുദ്ധ തെറ്റിക്കരുത്. തലയായവനിൽ നിന്നല്ലോ ശരീരം മുഴുവൻ സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം ലഭിച്ച് ഏകീഭവിച്ചും ദൈവികമായി വളർച്ച പ്രാപിക്കുന്നത്. താഴ്മയിലും ദൂതന്മാരെ ആരാധിക്കുന്നതിലും രസിച്ച് സ്വന്തം ദർശനങ്ങളിൽ പ്രവേശിക്കുകയും തൻ്റെ ജഡമനസ്സിനാൽ വെറുതെ ചീർക്കുകയും. തൻ്റെ ജഡമനസ്സിനാൽ വെറുതെ ചീർക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ചെയ്തുകൊണ്ട് എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കും. ഞാൻ ഇത്ര ദിവസം പട്ടിണി കിടന്നുകൊണ്ട് 40 ദിവസം ഉപവസിച്ചുകൊണ്ട് 21 ദിവസം ഉപവസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കും. ഞാൻ പ്രാർത്ഥിക്കുന്ന ദൈവം കേൾക്കും എന്ന് പറഞ്ഞ മനസ്സിനാൽ വെറുതെ ചീർക്കുക. ഞാൻ എൻ്റെ ശരീരത്തെ ഇങ്ങനെയൊക്കെ ഞാൻ കുരിശെടുത്ത് വലിയൊരു മല കയറിയതുകൊണ്ട് എൻ്റെ ദൈവം എന്നിൽ അനുഗ്രഹിക്കാൻ പോവുക. എൻ്റെ ദൈവം എന്നെ സഹായിക്കാൻ പോവുക. ഞാൻ ഇത്ര ദിവസം കൊണ്ട് ഇത്ര ദൂരം കിലോമീറ്റർ വെറും ചെരുപ്പിടാത്ത കാലുകൊണ്ട് നടന്ന് ഞാൻ തീർത്ഥയാത്ര നടത്തിയതുകൊണ്ട് ദൈവം എന്നെ അനുഗ്രഹിക്കാൻ പോവുക. ഞാൻ ഉരുളൽ നേർച്ച ഞാൻ അങ്ങനെ ഇത്ര വട്ടം ഉരുണ്ടതുകൊണ്ട് ദൈവം എന്നെ അനുഗ്രഹിക്കാൻ പോവുക. ഞാൻ ഓരോ ആഴ്ചയിലും ഇന്നിന്ന ദിവസങ്ങളിൽ ഉപവസിക്കുന്നതുകൊണ്ട് ദൈവം എന്നെ അനുഗ്രഹിക്കാൻ പോവുക. എൻ്റെ ജഡമനസ്സിനാൽ വെറുതെ ചീർക്കുക. ദൈവവചനത്തിലെ പച്ചയായ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇതൊക്കെ ന്യായപ്രമാണത്തിൻ്റെ ഉപദേശങ്ങളാണ്, ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങളാണ്. അതുതന്നെയല്ല, ഫിലോസഫിയാണ്, തത്വശാസ്ത്രമാണ്, ഈ തത്വജ്ഞാനമാണ്. ഈ തത്വജ്ഞാനത്താൽ നിങ്ങൾ വെറുതെ ചീർക്കരുത്. നിങ്ങളുടെ ജീവിതം അതിനല്ല. നോക്കിയേ, പിന്നെ അവിടെ താഴേക്ക് ഇത് പറയാം, നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങൾ സംബന്ധിച്ച് മരിച്ചു എങ്കിൽ ലോകത്തിൽ ജീവിക്കുന്നവരെ പോലെ മാനുഷ കൽപ്പനകൾക്കും ഉപദേശങ്ങൾക്കും അനുസരണമായി പിടിക്കരുത്, രുചിക്കരുത്, തൊടരുത് എന്നുള്ള ചട്ടങ്ങൾക്ക് കീഴ്പ്പെടുന്നത് എന്ത്? ഇതല്ലേ ലോകത്തിൻ്റെ നിയമങ്ങൾ. പിന്നെ ഇത് വന്നു കഴിഞ്ഞാൽ നോമ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇറച്ചി മീനും തൊടാൻ പാടില്ല. അതുപോലെ തന്നെ പിന്നെ മറ്റുള്ളവർക്ക് ഉപവാസത്തിൻ്റെ ദിവസം ഞാൻ പച്ച വെള്ളം മാത്രമല്ലാതെ ഒരു ഭക്ഷണം കഴിക്കുകയില്ല. ഇവിടെ ഈ പറയുന്നത്
പിടിക്കരുത്, രുചിക്കരുത്, തൊടരുത് എന്നുള്ള ചട്ടങ്ങൾക്ക് കീഴ്പ്പെടുന്നത്, ഇതൊക്കെ ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങളാന്നേ. നമ്മുടെ ഉപവാസം കൊണ്ടൊന്നുമല്ല ദൈവം നമ്മൾ പ്രസാദിക്കുന്നത്. നമ്മൾ കുറേ കൊഴുപ്പ് കൂട്ടുന്ന ഭക്ഷണം വർജിക്കുന്നതുകൊണ്ടൊന്നുമല്ല. കൊഴുപ്പ് കുറയ്ക്കുന്നതല്ല കേട്ടോ, നിങ്ങളുടെ ശരീരത്തിന് നല്ലതാണ്. അത് തെറ്റൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതൊന്നും ദൈവത്തെ പ്രസാദിപ്പിക്കാനാണെന്ന് വെച്ച് ആരും ചെയ്തേക്കരുത്. ഇതൊന്നും ദൈവത്തിൻ്റെ ഉപദേശമല്ല. ഇതെല്ലാം ഉപയോഗത്താൽ നശിച്ചു പോകുന്നത്രേ. അതൊക്കെയും സ്വേച്ഛാരാധനയിലും താഴ്മയിലും ശരീരത്തിൻ്റെ ഉപേക്ഷയിലും രസിക്കുന്നവർക്ക് ജ്ഞാനത്തിൻ്റെ പേര് മാത്രമുള്ളത്. ജഡാഭിലാഷം അടക്കുവാനോ സാധ്യമല്ല. ഇതൊക്കെ സ്വേച്ഛാരാധന എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിൻ്റെ താല്പര്യങ്ങളിലുള്ളായിരിക്കുന്ന ആരാധനാ രീതികളാണ്. ഞാൻ എന്നെ തന്നെ ആരാധിക്കുന്നതാണ്. ഇങ്ങനെ ഈ ചെയ്യുമ്പോഴൊക്കെ ചെയ്യുന്നത് ഞാൻ എന്നെ തന്നെ ആരാധിക്കുക അല്ലേ? നിങ്ങൾ ചിന്തിച്ച് നോക്കുക. ഞാൻ ചോദിക്കട്ടെ, 21 ദിവസം നോമ്പെടുത്തു. നോമ്പ് നോക്കുക എന്നൊക്കെ നോമ്പെടുത്ത് പ്രാർത്ഥനയും വായനയും ഒക്കെ ആയിട്ട് കഴിച്ച ഒരുത്തൻ 21 ദിവസം പൂർത്തിയാക്കിയിട്ട് അവൻ പുറത്തു വരുമ്പോൾ അവനെക്കുറിച്ച് തന്നെ ഒരു അഭിമാനം തോന്നുകയാണ്. എന്താ അഭിമാനം എന്നറിയാമോ? ഞാൻ 21 ദിവസം എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ചു. ഇപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി എൻ്റെ മേലുണ്ട്. ഞാനത് ചെയ്തു, ഞാനത് ജയിച്ചു, ഞാനത് ചെയ്തു. എന്താ ഇവിടെ പറഞ്ഞത്? ഇവിടുത്തെ കാര്യം എന്താണ്? അതൊക്കെയും സ്വേച്ഛാരാധനയാണെന്നാണ് പറഞ്ഞത്. സ്വേച്ഛാരാധന, എന്നെ തന്നെ. എൻ്റെ പ്രിയമുള്ളവരെ, നിങ്ങളുടെ പട്ടിണിയും ദൈവത്തിന് വേണ്ട, നിങ്ങളുടെ തീർത്ഥയാത്രയും വേണ്ട, നിങ്ങളുടെ ഉരുളൽ നിറച്ചയും വേണ്ട, നിങ്ങളുടെ ശരീരത്തെ കുത്തിമുറിവേൽപ്പിക്കുന്ന പരിപാടിയും ദൈവത്തിന് വേണ്ട. അതൊന്നും ദൈവത്തിന് വേണ്ട. ഇതൊക്കെ നിങ്ങളെ തന്നെ ആരാധിക്കുക, നിങ്ങളുടെ ശരീരത്തെ തന്നെ ആരാധിക്കുക. ഈ കാര്യം ഒന്ന് തിരിച്ചറിയൂ, ഒന്ന് വിവേചിക്കൂ നിങ്ങൾ. അതൊക്കെയും സ്വേച്ഛാരാധനയിലും താഴ്മയിലും എൻ്റെ ശരീരം താഴ്ത്തുക. അയ്യോ, പട്ടിണി കിടന്ന് ഉപവസിച്ച് പ്രാർത്ഥിച്ച് യഹൂദന്മാരെ ചെയ്യുന്നവരെയെ പട്ടിണിയാണെന്നുള്ളതിനെ കാണിക്കാൻ വേണ്ടി തലയെ വേഴാമ്പലിനെ പോലെ കുനിക്കുക. അതുപോലെ തന്നെ തെരുക്കോണിലും ഒക്കെ നിന്നിട്ട് ഇങ്ങനെ വലിയ വായിൽ പ്രാർത്ഥിക്കുക. ഇതിനെക്കുറിച്ചൊക്കെ കർത്താവ് എത്ര നിശ്ചിതമായിട്ട് വിമർശിച്ചിരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഇതൊക്കെ സ്വന്തം ആരാധനയാണ്, ശരീരത്തെ ആരാധിക്കുന്ന. ഇത് നമ്മുടെ ക്രിസ്തീയ മാർഗത്തിലുള്ളതല്ല. നിങ്ങളെ ഉപവസിച്ചിട്ടും കാര്യമില്ല. ഉപവസിക്കുന്നതല്ലായിരിക്കും, ശരീരത്തിന് വല്ല ഗുണം വരുമെങ്കിൽ നിങ്ങൾ ഉപവസിച്ചോ. പക്ഷേ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നിങ്ങൾ ഉപവസിക്കേണ്ട. ഈ ഉപവാസമൊന്നും ബോഡി ഓഫ് ക്രിയേഷൻ്റെ ഒരു ഉപദേശമല്ല. അത് ഞാൻ നിങ്ങളോട് പറയണം. ബോഡി ഓഫ് ക്രിയേഷൻ്റെ ഒരു ഉപദേശമല്ല ഉപവാസം. അതൊക്കെ ന്യായപ്രമാണത്തിൻ്റെ ഉപദേശമാണ്. കർത്താവ് പറഞ്ഞു, ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി ഒഴിഞ്ഞു പോകുകയില്ലെന്ന് പറഞ്ഞു. കർത്താവ് പറഞ്ഞത് തെറ്റാണോ? തെറ്റല്ല. കർത്താവ് പറഞ്ഞത് ബോഡി ഓഫ് ക്രിയേഷൻ, അല്ലെങ്കിൽ ബോഡി ഓഫ് ക്രിയേഷനെ കുറിച്ചല്ല പറഞ്ഞത്. കർത്താവ് പറഞ്ഞത് എന്താ പറയുക, സ്വർഗ്ഗരാജ്യത്തിൻ്റെ ഉപദേശത്തിലാണ്. അതായത് കിങ്ഡം ഗോസ്പലിൽ കർത്താവ് പറഞ്ഞ കാര്യങ്ങളാണ്. അതൊക്കെ ന്യായപ്രമാണത്തിൻ്റെ തുടർച്ചയാണ് കർത്താവ് പറഞ്ഞതൊക്കെ. അതൊക്കെ ന്യായപ്രമാണത്തിൻ്റെ ഉപവാസമുണ്ട്, ഈ പറയുന്നതായിരിക്കുന്ന പരിപാടികളെല്ലാം ഉണ്ട്. ഇവിടെ പറയുന്നത് ഈ ബോഡി ഓഫ് ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം ക്രിസ്തുവിനുള്ളതാണ്. അതുകൊണ്ട് അതിനെ നമ്മൾ സൂക്ഷിക്കണം, അതിനെ പരിപാലിക്കണം. ഇത് കർത്താവിനോട് കണക്ക് പറയേണ്ട എൻ്റെ ശരീരത്തിൻ്റെ ജീവിതം, ഈ ശരീരത്തിൽ ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം. അതുകൊണ്ട് അതിനെ സൂക്ഷിക്കണം. അതിനെ പട്ടിണി കിടത്തി ദ്രോഹിക്കാനുള്ളതല്ല, അതിനെ അങ്ങനെ ഉള്ളതല്ല. അപ്പോൾ സ്വേച്ഛാരാധനയിലും താഴ്മയിലും മറ്റുള്ളവരുടെ മുമ്പിൽ അഭിനയിക്കുന്ന എന്തോരം താഴ്മക്കാരെ കാണാമെന്നറിയോ? താഴ്മയിലും ശരീരത്തിൻ്റെ ഉപേക്ഷയിലും. ഇതിൽ കൂടുതൽ എങ്ങനെ ഞാനത് വ്യക്തമാക്കി തരും? ശരീരത്തിൻ്റെ ഉപേക്ഷയിലും. ഞാൻ പട്ടിണി കിടക്കുന്നത് ദൈവത്തിന് പ്രസാദമാണെന്നാണ് ചിന്തിക്കുന്നത്. ശരീരത്തിൻ്റെ ഉപേക്ഷയിലും രസിക്കുന്നവർക്ക് ജ്ഞാനത്തിൻ്റെ പേര് മാത്രമുള്ളതാണെന്ന് പറഞ്ഞു. ജ്ഞാനത്തിൻ്റെ പേര് മാത്രമുള്ളൂ. ഏതാ? ഈ ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങൾ, ന്യായപ്രമാണം. ഈ ന്യായപ്രമാണത്തിൽ കൂടി ഈ സ്നാനവും വന്നത്. നമ്മുടെ വിഷയം സ്നാനമല്ലേ? ഇത് നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഇത്രയൊക്കെ പറയുന്നത്. ഇതൊക്കെ ഒന്ന് തിരിച്ചറിയുക. കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ 8 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നത്. അതൊക്കെ ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങളാണ്. ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങൾക്ക് ഒത്തവണ്ണമല്ലാതെ ക്രിസ്തുവിന് ഒത്തവണ്ണമുള്ളതല്ല. പിന്നെ താഴെ വായിക്കുകയാണ്, അവനിലല്ലോ ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണ്ണതയും ദേഹരൂപമായി വസിക്കുന്നത്. ആരിൽ? കർത്താവായ യേശു ക്രിസ്തുവിലാണ്. ദൈവത്തിൻ്റെ പ്രകൃതിയെല്ലാം, ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ നീതി, ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ വിശുദ്ധി, ദൈവത്തിൻ്റെ ശക്തി, എല്ലാം മഹത്വവും എല്ലാം ഒന്നിച്ച് വസിക്കുന്ന അവനിലാരില്ലേ? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ. പിന്നെ താഴെ വായിക്കുകയാണ്, എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. പരിപൂർണരാകാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നതായിരിക്കുന്ന ഈ പ്രക്രിയകളെല്ലാം ചെയ്യുന്ന, ഈ ഉപവാസവും പട്ടിണിയും മറ്റേ തീർത്ഥയാത്രകളും എല്ലാം കുരിശും ഇവിടെ എല്ലാം പരിപൂർണരാകാൻ വേണ്ടിയിട്ടാണ്. ആകുന്നുണ്ടോ? എന്നിട്ട് ആരെങ്കിലും ആകുന്നുണ്ടോ?
പരിപൂർണനായിരിക്കുന്ന ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് വന്നപ്പോൾ നമ്മൾ അവനിൽ പരിപൂർണരായിരിക്കുന്നു എന്നാണ്. അവനിൽ അല്ലേ, എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. ഇനി നമ്മളെ കൊന്നു ശരീരത്തെ തല്ലി ദൈവത്തെ പ്രസാദിപ്പിക്കുന്നു വേണ്ട. ഞാൻ വസിക്കുന്ന എൻ്റെ കർത്താവില്ല. എൻ്റെ കർത്താവ് പൂർണ്ണതയുള്ളവനാ. മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. എൻ്റെ കർത്താവിനോടുകൂടെ ഞാനും മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. വെള്ളത്തിലെ സ്നാനത്തിലല്ലാത്തല്ലോ, കർത്താവിൻ്റെ ആ അനുഭവമുള്ള ആത്മാവ് എന്നിലേക്ക് വന്നപ്പോൾ, എൻ്റെ ആത്മാവിനെ ആ ആത്മാവ് സ്നാനപ്പെടുത്തിയപ്പോൾ, ആ കർത്താവ് മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റവനാണ്, ഇന്നും ജീവിക്കുന്നവനാണ്. അതുകൊണ്ട് ആ കർത്താവിനോട് കൂടെ, കർത്താവിന് പരിപൂർണതയുള്ളവനാണെങ്കിൽ ഞാനും ആ വിധത്തിൽ കർത്താവിൻ്റെ പൂർണ്ണത പ്രാപിച്ചവനാണ്. അതായത് ആത്മരക്ഷയ്ക്ക് ആവശ്യമായ സകല പൂർണ്ണതയും ക്രിസ്തുവിൽ എനിക്ക് വന്നതാണ്. കർത്താവിനെ പോലെ ഞാൻ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ ശൂന്യമായി പോട്ടെ എന്ന് പറയുമ്പോൾ ശൂന്യമായി പോകാനും ഇല്ലാത്തതിനെ വിളിച്ചുണ്ടാക്കാനും പറ്റുമെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. കർത്താവിൽ എനിക്ക് ആത്മരക്ഷയുടെ പരിപൂർണത സംഭവിച്ചു കഴിഞ്ഞു എന്നാണ് പറഞ്ഞത്. അവനിൽ എല്ലാ വാഴ്ചയ്ക്ക് അധികാരത്തിനും അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. എന്നിട്ട് 11-ാം വാക്യം പറയുക, അവരിൽ നിങ്ങൾക്ക് ക്രിസ്തുവിൻ്റെ പരിച്ഛേദനയാൽ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ തന്നെ കൈകൊണ്ടല്ലാത്ത പരിച്ഛേദനയും ലഭിച്ചു. അതിൻ്റെ താഴത്തെ വാക്യം പറയുന്നത് പരിച്ഛേദന നേടി വരാമെന്ന് പറഞ്ഞു. ന്യായപ്രമാണത്തിൻ്റെ നിയമമാണ് പരിച്ഛേദനയാക്കണം എന്നുള്ളത്. എന്തിനാ പരിച്ഛേദനയുടെ അർത്ഥം എന്താ നിങ്ങൾക്ക് മനസ്സിലായോ? പരിച്ഛേദന എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ ഒരു അല്പഭാഗം, ഒരു തോല്, എല്ലാവർക്കും അറിയാമല്ലോ, ആ തോല് കട്ട് ചെയ്ത് കളയുന്നതാണ് പരിച്ഛേദനയുടെ അർത്ഥം. എന്താ? എന്തിനാ ഈ പരിച്ഛേദന കൊടുത്തേ? ജഡം മരിക്കണം. അതിന് മനുഷ്യനെ തന്നെ തല്ലിക്കൊല്ലാൻ പറ്റുമോ? വേറൊരു മനുഷ്യനെ നമുക്ക് പോയി തല്ലിക്കൊല്ലാൻ പറ്റില്ലല്ലോ. ജഡം മരിക്കണം. ഈ മരിക്കുന്നതിൻ്റെ ഒരു സാദൃശ്യമാണ് പരിച്ഛേദന. ആ പരിച്ഛേദന ഏൽക്കുന്ന നിമിഷം വരെ അവൻ്റെ ജീവൻ്റെ ഭാഗമായിരുന്നിരിക്കുന്ന ആ അല്പം തോലിൻ്റെ ഭാഗം, തൊലിയുടെ ഭാഗം കണ്ടിച്ച് താഴെയിട്ട് കളയുമ്പോൾ അത് മരിച്ചു പോകുന്നു. അത് മരിച്ചു പോകുന്നതിലൂടെ ഒരു കാര്യം പ്രസ്താവിക്കുകയാണ് ചെയ്യുന്നത്. ഒരു സാദൃശ്യമാണത്. ഒരു കാര്യം, ഏത് ന്യായപ്രമാണത്തിലെ പരിച്ഛേദനയെക്കുറിച്ച് ഞാൻ പറഞ്ഞത് ഒരു സാദൃശ്യമാണത്. എന്ത്? ഞാൻ മരിച്ചു. അതിൻ്റെ സാദൃശ്യം, അതിൻ്റെ എക്സാമ്പിളാണ് ഇന്നത്തെ ക്രിസ്ത്യാനികൾ പറയുന്നവർ. ഞാൻ സ്നാനപ്പെട്ടത് അവനോട് കൂടെ മരിക്കലും അവനോട് കൂടെ അടക്കപ്പെടലും അവനോട് കൂടെ ഉയർത്തെഴുന്നേൽക്കൻ്റെ ദൃഷ്ടാന്തമെന്ന് പറയുന്നില്ലേ? അത് ദൃഷ്ടാന്തമല്ല. എന്നാൽ ഈ യഹൂദൻ്റെ പരിച്ഛേദന അതിൻ്റെ ദൃഷ്ടാന്തമാണ്, മരിക്കുന്നതിൻ്റെ ദൃഷ്ടാന്തമാണ്. തോലിൻ്റെ അല്പഭാഗം കഷ്ണിച്ച് ദൂരെ കളയുമ്പോൾ അവൻ മരിച്ചതിന് തുല്യനായിട്ട് എണ്ണപ്പെടുകയാണ്. ഇവിടെ പറയുകയാണ് അവനിൽ നിങ്ങൾക്ക് ക്രിസ്തുവിൽ നമ്മൾ പരിപൂർണരായി എന്ന് പറഞ്ഞാൽ എങ്ങനെ പരിപൂർണരായി എന്ന് താഴേക്ക് പറയുന്നത്. ഇവിടെ പൗലോസ് പറയുന്നത് എങ്ങനെയാണ് നിങ്ങൾ പരിപൂർണരായത്? ന്യായപ്രമാണത്തിൻ്റെ നിയമങ്ങൾക്ക് നിങ്ങൾ പൂർണ്ണത പ്രാപിച്ചു കഴിഞ്ഞു എന്നാണ് പറയുന്നത്. ആ കാര്യം ഇവിടെ പറയുന്നത് അവനിൽ നിങ്ങൾക്ക് ക്രിസ്തുവിൻ്റെ പരിച്ഛേദനയാൽ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞാൽ തന്നെ കൈകൊണ്ടല്ലാത്ത പരിച്ഛേദനയും ലഭിച്ചു. യഹൂദന്മാരൊരു അല്പം കഷ്ണമേ കണ്ടിച്ച് കളയുന്നുള്ളൂ, ഒരല്പം തൊലിയുടെ ഭാഗം മാത്രമേ ഇരിഞ്ഞ് കളയുന്നുള്ളൂ അല്ലേ? നമ്മളെ ജഡം മുഴുവൻ ഉരിഞ്ഞ് കളഞ്ഞവരാണെന്നാണ്. ജഡം മുഴുവൻ നമ്മളെ പരിച്ഛേദനക്കാർ എന്ന് പറഞ്ഞു. നമ്മളെ പരിച്ഛേദനക്കാർ റോമാലേഖനം 2-ാം അധ്യായം 25 മുതൽ 29 വരെ അവിടെ എങ്ങനെ വായിക്കുന്നത്? നീ ന്യായപ്രമാണം ആചരിച്ചാൽ പരിച്ഛേദന പ്രയോജനമുള്ളത് സത്യം. ന്യായപ്രമാണമാണോ നീ ആചരിക്കുന്നത്? അതിലൂടെയാണോ രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നത്? അങ്ങനെയാണ് ഈ പരിച്ഛേദന കൊള്ളാട്ടോ, നീ ചെയ്തോ, അത് കുഴപ്പമില്ല, കൊള്ളാം. ന്യായപ്രമാണം ലംഘിയായാലോ നിൻ്റെ പരിച്ഛേദന അഗ്രചർമ്മമായി തീരും. കണ്ടില്ലേ? നീ ന്യായപ്രമാണത്തിൻ്റെ എല്ലാം അച്ചട്ടായിട്ട് നിവർത്തിക്കുന്നില്ല എന്ന് വന്നാൽ, നീ പരിച്ഛേദന ഏറ്റിട്ടും അത് നിനക്ക് കംപ്ലീറ്റ് നിവർത്തിക്കാൻ പറ്റിയില്ലെങ്കിലേ നീ എന്താണ് ന്യായപ്രമാണ ലംഘിയായാലോ നിൻ്റെ പരിച്ഛേദന അഗ്രചർമ്മമായിട്ടെന്നും നീ പരിച്ഛേദന ഏറ്റു എന്ന് ദൈവം വിധിക്കുകയില്ലെന്നതിൻ്റെ അർത്ഥം. വിധിക്കുകയില്ല. യഹൂദനോട് പറയുന്നതായിരിക്കുന്ന കാര്യമാണ്, അല്ലെങ്കിൽ പരിച്ഛേദന ഏറ്റവരോട് പറയുന്നതായിരിക്കുന്ന കാര്യമാണ്. അഗ്രചർമ്മമായി തീരും. അഗ്രചർമ്മി ന്യായപ്രമാണത്തിൻ്റെ നിയമങ്ങളെ പ്രമാണിച്ചാൽ അവൻ്റെ അഗ്രചർമ്മം പരിച്ഛേദനയായി എണ്ണുകയില്ലയോ എന്ന് പറഞ്ഞാൽ, പരിച്ഛേദന ഏൽക്കാത്ത അഗ്രചർമ്മി ജാതീയനായിരിക്കുന്ന ഒരു മനുഷ്യൻ ന്യായപ്രമാണത്തിലെ നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അന്തസത്ത, അതിൻ്റെ നീതി, അതിൻ്റെ വിശുദ്ധി അവൻ കറക്റ്റായിട്ട് പാലിക്കുന്നുവെങ്കിൽ അവൻ പരിച്ഛേദന ഏറ്റിട്ടില്ലെങ്കിലും ദൈവം എന്തെന്നും അവൻ മരിച്ചവനാണ്, അഥവാ പരിച്ഛേദന ഏറ്റവനാണ് എന്ന് ദൈവം എണ്ണും. കാരണം ഇവൻ്റെ ജഡശരീരത്തിലും മരിച്ചവനാ. കാര്യം മനസ്സിലാകുന്നുണ്ട്. എത്ര എളുപ്പമാണ് അതൊക്കെ പഠിക്കാൻ. പരിച്ഛേദന അഗ്രചർമ്മമായി തീരുന്നു. എന്നിട്ട് പറയാണ്, ന്യായപ്രമാണത്തിൻ്റെ അഗ്രചർമ്മി ന്യായപ്രമാണത്തിൻ്റെ നിയമങ്ങളെ പ്രമാണിച്ചാൽ അവൻ്റെ അഗ്രചർമ്മം പരിച്ഛേദനയായി എണ്ണുന്നു. അത് നമ്മൾ പറഞ്ഞുവല്ലോ, എണ്ണുന്നില്ലയോ?
സ്വഭാവത്താൽ അഗ്രചർമ്മിയായവൻ ന്യായപ്രമാണം അനുഷ്ഠിക്കുന്നു എങ്കിൽ അക്ഷരവും പരിച്ഛേദനയുമുള്ള പ്രമാണ ലംഘിയായ നിന്നെ അവൻ വിധിക്കുകയില്ലയോ എന്ന് പറഞ്ഞാൽ, ന്യായപ്രമാണം ലഭിക്കാതായിരിക്കുന്ന ജാതികൾ ന്യായപ്രമാണത്തിൻ്റെ നീതിയും വിശുദ്ധിയും ഒക്കെ പാലിച്ച് അവൻ പോരുകയാണെങ്കിൽ അവൻ സ്വഭാവത്തിൽ അഗ്രചർമ്മിയാണ്, ശരി, സമ്മതിച്ചു. പക്ഷേ നീയോ യഹൂദ, നീ പരിച്ഛേദനയേറ്റവനാണ്. നീ പരിച്ഛേദനയേറ്റിട്ട് ന്യായപ്രമാണത്തിൻ്റെ നിയമങ്ങളെല്ലാം ലംഘിച്ച് ജീവിക്കുകയാണെങ്കിൽ ഈ ന്യായപ്രമാണത്തിൻ്റെ നീതി എന്താണോ അത് അക്ഷരം പ്രതി പാലിക്കുന്നതായിരിക്കുന്ന ജാതിയെ നിന്നെ വിധിക്കുകയില്ലയോ എന്നാണ്. യഹൂദനെ ഇല്ലയോ എന്ന് ചോദിക്കുന്നത്. നിന്നെ അവൻ വിധിക്കുകയില്ലയോ? എന്നിട്ട് പറയുകയാണ്, പുറമേ യഹൂദനായവൻ പുറമേ ജഡത്തിലുള്ളത് പരിച്ഛേദനയുമല്ല. അതല്ല ദൈവം ഉദ്ദേശിച്ചതെന്നാണ് പറയുന്നത്. പണ്ട് പരിച്ഛേദന അബ്രഹാമിന് കൊടുത്തപ്പോഴേ ദൈവം ഉദ്ദേശിച്ചത് ഇതല്ലെന്ന് പറയുന്നത്, നിങ്ങളെ ഉദ്ദേശിക്കുന്ന കാര്യമല്ല എന്ന് പൗലോസ് വ്യക്തമായിട്ട് പറയുക. പുറമേ യഹൂദനല്ല, പുറമേ ജഡത്തിലുള്ളത് പരിച്ഛേദനയുമല്ല. അകമേ യഹൂദനായവൻ അത്രയേ യഹൂദൻ, അക്ഷരത്തിലല്ല ആത്മാവിലുള്ള പരിച്ഛേദന അത്രയേ പരിച്ഛേദന. അവന് മനുഷ്യരല്ല ദൈവത്താൽ തന്നെ പുകഴ്ച ലഭിക്കും. എന്താ പരിച്ഛേദന കൊണ്ട് അപ്പോൾ ഉദ്ദേശിച്ചത്? പുറമേ ഒരു കഷ്ണം, ഒരു ചെറിയ ഭാഗം മുറിച്ചെടുത്ത് കളഞ്ഞ് അത് ശരീരത്തിൽ നിന്ന് വേറെ വിടുമ്പോൾ ചാകുന്നു, അത് ഉറപ്പാണല്ലോ. നമ്മുടെ ഒരു വിരൽ മുറിച്ചിട്ടാലും ഒന്ന് പിടയ്ക്കും, ആ രക്തം പോയി കഴിയുമ്പോൾ അതിൻ്റെ പിടപ്പ് കഴിയും. ഒരു വിരൽ മുറിച്ചിട്ടാലും അതിൻ്റെ ജീവൻ, നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമായിരുന്നു, ജീവൻ്റെ ഭാഗമായിരുന്നു. പക്ഷേ എൻ്റെ മുറിച്ച് കളഞ്ഞപ്പോൾ അത് കഴിഞ്ഞുപോയി, അതിൻ്റെ ജീവൻ പോയി എന്ന് പറഞ്ഞ പോലെ ഇവൻ്റെ ഈ അല്പം തൊലി ചെത്തിയെടുത്ത് അത് റൗണ്ടിൽ മുറിച്ചെടുത്ത് താഴേക്ക് ഇടുമ്പോൾ ഇവൻ്റെ ജഡത്തിൻ്റെ മരണത്തെയാണ്, ഇവൻ്റെ ജഡമരണത്തെയാണ് ദൈവം ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞാൽ അവൻ ദൈവത്തിൻ്റെ നീതിക്കൊത്തവണ്ണം ജീവിക്കേണ്ടതിന് ജഡശരീരത്തെ ഉരിഞ്ഞു കളഞ്ഞ ആത്മീകമായിട്ട് പരിച്ഛേദനയേറ്റ ഒരുത്തൻ്റെ ഒരു അനുഭവമാണ് ദൈവം ഉദ്ദേശിച്ചത്. പക്ഷെ ഒരു ഗുണവുമില്ല. ഇവൻ പുറത്തത് കാണിച്ചു, ശരീരത്തിൻ്റെ ഭാഗമൊക്കെ മുറിച്ച് കളഞ്ഞു. പക്ഷേ ഒരു ഗുണവുമില്ല. ഇവൻ ചെയ്യാൻ പറ്റുന്ന സകല തിന്മയും തെമ്മാടിത്തരവും ചെയ്ത് ജീവിക്കുക. ഇന്നത്തെ യഹൂദന്മാരെ നോക്കിയ, ഇസ്രായേലിലേക്ക് നോക്കിയ സ്വവർഗ ഭോഗികളെ കൊണ്ട് നിറഞ്ഞിരിക്കുക. അവരൊക്കെ പരിച്ഛേദനക്കാരാണ്. എന്നിട്ട് അവരുടെ പരിച്ഛേദന ദൈവം എന്താ കണക്കിടുകയാണോ? അങ്ങനെയുള്ള ദുഷ്ടന്മാരുടെ പരിച്ഛേദന ദൈവം കണക്കിടുമോ? നിങ്ങളും ചിന്തിച്ചു നോക്കിയേ. അതേ കാര്യം പൗലോസ് ഈ റോമാലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ പറയുന്നത്. അപ്പം അക്ഷരത്തിലുള്ളായിരിക്കുന്ന ആ കാര്യമല്ല നമ്മൾ നോക്കേണ്ടത്. ഇതിലൂടെ ദൈവം ഒന്ന് ഉദ്ദേശിച്ചിട്ടുണ്ട്. ജഡശരീരം, ആത്മീക പരിച്ഛേദന, ഉള്ളിലെ ആത്മാവിൽ പരിച്ഛേദനയേറ്റവരായി ജഡശരീരത്തെ നീക്കിക്കളഞ്ഞ് ജഡത്തിന് വേണ്ടി ജീവിക്കാതെ, ജഡത്തിൻ്റെ പാവപ്രകൃതികൾ ജീവിക്കാതെ ആത്മീയനായിട്ട് ജീവിക്കുന്ന ഒരു പ്രകൃതി ഉണ്ടാകേണ്ടതിന് ഒരു സാദൃശ്യമായിട്ട് യഹൂദന് കൊടുത്ത നിയമമാണ് പരിച്ഛേദന എന്നാണ് ഇവിടെ പറഞ്ഞത്. കാര്യം എത്രയോ വ്യക്തമാണ്. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 2-3 വാക്യങ്ങൾ. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 2-3 വാക്യങ്ങൾ. ഒടുവിൽ എൻ്റെ സഹോദരന്മാരെ കർത്താവിൽ സന്തോഷിപ്പിൻ. ഇതേ കാര്യം തന്നെയാണ് പിന്നെയും എനിക്ക് മടുപ്പില്ല. നായ്ക്കളെ, 2-ാമത്തെ വാക്യം, നായ്ക്കളെ സൂക്ഷിപ്പിൻ, ആകാത്ത വേലക്കാരെ സൂക്ഷിപ്പിൻ, വിച്ഛേദനക്കാരെ സൂക്ഷിപ്പിൻ. നാമല്ലോ പരിച്ഛേദനക്കാർ. ആര്? യേശു ക്രിസ്തുവിൻ്റെ ആത്മാവിൽ കർത്താവിനെ ആരാധിക്കുന്ന, കർത്താവിന് വേണ്ടി ജീവിക്കുന്ന നാമല്ലോ പരിച്ഛേദനക്കാർ. അവിടെ പറയുകയാണ്, ഈ ആകാത്ത വേലക്കാരെ സൂക്ഷിപ്പിൻ, വിച്ഛേദനക്കാരെ സൂക്ഷിപ്പിൻ എന്ന് പറഞ്ഞാൽ യഹൂദന്മാരുടെ ഉപദേശം സൂക്ഷിക്കാനായി പറഞ്ഞത്. യഹൂദന്മാരുടെ ഉപദേശം സൂക്ഷിക്കാൻ. നാമല്ലോ പരിച്ഛേദനക്കാർ, ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തു യേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ. ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തു യേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാമാണ് യഥാർത്ഥ പരിച്ഛേദനക്കാർ എന്ന് പറഞ്ഞാൽ നമ്മളെ പരിച്ഛേദനക്കാർ. അപ്പം നിങ്ങൾ കൊലോസ്യ ലേഖനം, നമ്മളതാണല്ലോ പഠിക്കുന്നത്. ഓക്കെ, വീണ്ടും ഞാനൊന്നും കൂടി കൊലോസ്യ ലേഖനത്തിലേക്ക് വരട്ടെ. കൊലോസ്യ ലേഖനത്തിൽ നമ്മൾ വായിച്ചത് 2-ാം അധ്യായത്തിൽ ഇങ്ങനെയാണ്. എന്താ വായിച്ചത്? അവിടെ വായിച്ചത്, അവനിൽ നിങ്ങൾക്ക് ക്രിസ്തുവിൻ്റെ പരിച്ഛേദനയാൽ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ തന്നെ കൈകൊണ്ടല്ലാത്ത പരിച്ഛേദനയും ലഭിച്ചു. നമ്മൾ പരിച്ഛേദനയേറ്റവരാന്ന് പറഞ്ഞ ഒരു ക്രിസ്തു വിശ്വാസി. ശരി, മനസ്സിൽ കുറിക്കുക. പരിച്ഛേദനയേറ്റവരാണല്ലോ, ഉറപ്പ്, സംശയമില്ല. നമ്മൾ സ്നാനം എന്ന വാക്ക് കേൾക്കുമ്പോഴൊക്കെ, ബൈബിളിൽ പുതിയ നിയമത്തിലെ പൗലോസിൻ്റെ എഴുത്തുകളിലാണെങ്കിലും എവിടെയാണ് സ്നാനം എന്ന വാക്കുകൾ കേൾക്കുമ്പോഴൊക്കെ വെള്ളത്തിലെ സ്നാനം. അപ്പോൾ ആ സ്നാനം നമ്മൾ വെള്ളത്തിൽ ചെയ്യണം. എന്തിനാണെന്ന് ചോദിച്ചാൽ അവർ പറയുന്ന ഉത്തരം എന്താണെന്നറിയാമോ? ഉത്തരം പറയുന്നത്, ഞാൻ ക്രിസ്തുവിനോട് കൂടെ മരിച്ചു, ക്രിസ്തുവിനോട് അടക്കപ്പെട്ടു, ക്രിസ്തുവിനോട് ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതിൻ്റെ സാദൃശ്യമാണ്. അത് ലോകത്തോട് വിളിച്ചു പറയുന്നതാണ്, ലോകത്തിന് മുമ്പിൽ പ്രദർശിപ്പിക്കുന്നതാണ്. അതിനാണ് സ്നാനപ്പെടുന്നതെന്ന്. അപ്പോൾ ഇവിടെ പറയുന്നതെന്ന് നോക്കിയേ, നിങ്ങൾ പരിച്ഛേദനയേറ്റവരാന്ന്. നമ്മൾ പരിച്ഛേദനയേറ്റവരാന്ന്.
പരിച്ഛേദനയ്ക്ക് നിങ്ങൾ എന്ത് സാദൃശ്യം കാണിക്കും? നമ്മൾ പരിച്ഛേദന ഏറ്റവരല്ലേ, സംശയമില്ലല്ലോ. അങ്ങനെയാണ് ഈ പരിച്ഛേദനയ്ക്ക് എന്നെ കേൾക്കുന്ന നിങ്ങൾ എന്ത് സാദൃശ്യം കാണിക്കും? പരിച്ഛേദനയ്ക്ക് ഞാൻ പരിച്ഛേദന ഏറ്റവനാണെന്ന് പറഞ്ഞാൽ അത് ദൈവത്തിലെ സത്യമാണ്. നിങ്ങൾ സ്നാനമേറ്റവരാണെന്ന് പറഞ്ഞാൽ ദൈവത്തിലെ സത്യം. അതിന് നിങ്ങൾ വെള്ളത്തിൽ മുങ്ങിപ്പോക്കി സാദൃശ്യം കാണിക്കുകയാണെങ്കിൽ പരിച്ഛേദനയ്ക്ക് ഒരു സാദൃശ്യം കാണിക്കണ്ടേ? പരിച്ഛേദന ഏറ്റവർ വാസ്തവത്തിൽ നമ്മളല്ലേ, നമ്മളെ പരിച്ഛേദനക്കാരെന്നല്ലേ അപ്പം ഞാൻ വായിച്ച് കേൾപ്പിച്ചൊക്കെ. യഹൂദന്മാരല്ല പരിച്ഛേദനക്കാർ, നമ്മൾ ജഡശരീരം തന്നെ ഉരിഞ്ഞു കളഞ്ഞു എന്നാണ് പറഞ്ഞത്. ജഡശരീരം, ജഡത്തിൻ്റെ ആ പ്രകൃതിയെ തന്നെ അങ്ങ് മാറ്റിവെച്ചു. പലതും എനിക്ക് ചെയ്യാൻ സ്വാതന്ത്ര്യമുണ്ട്, പൗലോസ് പറയുന്ന കാര്യം, പലതും എനിക്ക് ചെയ്യാൻ സ്വാതന്ത്ര്യമുണ്ട്, പക്ഷേ എല്ലാം എനിക്ക് പ്രയോജനമുള്ളതല്ല. ഞാൻ അതുകൊണ്ട് അങ്ങ് ഉപേക്ഷിച്ചു. ഞാൻ അതിനെയൊക്കെ ചവറ് എന്ന് പറഞ്ഞ് അങ്ങ് ഉപേക്ഷിച്ചു. ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞവർ നമ്മളാണ്. അതാ ഈ ജഡശരീരം ഉരിഞ്ഞു കളയാന്ന് പറഞ്ഞാൽ പല സുഖ കാര്യങ്ങളും എനിക്ക് ചെയ്യാം, സന്തോഷ കാര്യങ്ങളും എനിക്ക് ചെയ്യാം, ലോകപ്രകാരമുള്ളായിരിക്കുന്ന പല ആനന്ദ കാര്യങ്ങൾക്കും എനിക്ക് ഇടപെടാം. ആരാ എൻ്റെ കൈ പിടിക്കുന്ന ചെയ്യരുതെന്ന് പറയുന്ന ആരാ? എനിക്ക് ചെയ്യാൻ പാടില്ലേ? പക്ഷേ ഞാൻ ദൈവവുമായിട്ടൊരു ഉടമ്പടി ചെയ്തു. എൻ്റെ ജഡശരീരത്തിൻ്റെ ആ മോഹങ്ങളെ ഞാൻ ഉരിഞ്ഞു കളഞ്ഞു. അതാണ് പരിച്ഛേദനയാൽ ഉരിഞ്ഞു കളയപ്പെട്ടു എന്നുള്ളതായിരിക്കുന്ന കാര്യം. പരിച്ഛേദനയാൽ ഉരിഞ്ഞു കളയപ്പെട്ടു എന്നുള്ളതായിരിക്കുന്ന കാര്യം. ആ പരിച്ഛേദന, ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞ പരിച്ഛേദന ഏറ്റവരായിരിക്കുന്ന നമ്മൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ പരിച്ഛേദനയ്ക്ക് എന്ത് സാദൃശ്യമാണ് കാണിക്കുക? എന്ത് സാദൃശ്യമാണ് നിങ്ങൾ കാണിക്കുക? നിങ്ങളൊന്ന് ചിന്തിക്കുക. എന്തെങ്കിലും സാദൃശ്യം കാണിക്കാൻ പറ്റുമോ? സ്നാനത്തിന് നിങ്ങൾ സാദൃശ്യം കാണിക്കും, മുഴുകലിന് നിങ്ങൾ വെള്ളത്തിൽ മുഴുകി സാദൃശ്യം കാണിക്കും. പരിച്ഛേദനയ്ക്കോ? ശരി, അടുത്ത വാക്യത്തിലേക്ക് വരട്ടെ. അപ്പോൾ ഈ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത വാക്യത്തിലേക്ക് വരട്ടെ. സ്നാനത്തിൽ, ഇവിടുത്തെ ഞാൻ സ്നാനത്തെക്കുറിച്ച് പറയുന്ന അവസാനത്തെ സ്നാനത്തിൻ്റെ വാക്യമാണിത്. സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടെ അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിങ്കിലെ വ്യാപാരശക്തിയുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ നിങ്ങളും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. ഇവിടെ സ്നാനത്തെക്കുറിച്ച് പറയാം. ഇവിടെ പറഞ്ഞു വന്ന ആ മേലത്തെ കാര്യം മനസ്സിലാക്കിക്കൊണ്ട് വേണം താഴേക്ക് പഠിക്കാൻ. അവിടെ എന്താ പറഞ്ഞറിയാം? തത്വജ്ഞാനവും വെറും വഞ്ചനയും ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങൾ. ഈ ആദ്യ പാഠങ്ങൾ നമുക്കുള്ളതല്ലെന്ന് പറഞ്ഞു. അതിലല്ല നമ്മൾ ആര് രക്ഷപ്പെട്ടിരിക്കുന്നതെന്ന് പറഞ്ഞു. നമ്മൾ ക്രിസ്തു യേശുവിൽ പരിപൂർണരാണെന്ന് പറഞ്ഞു. എങ്ങനെ നമ്മൾ ക്രിസ്തു യേശുവിൽ പരിപൂർണരായ? ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങളുടെ നിയമം നമ്മൾ നിവൃത്തിയായി, പരിച്ഛേദന നമ്മൾ നിവൃത്തിയായി. അത് ആത്മീയമായിട്ടുള്ള കാര്യമല്ലേ? ആത്മീയമായിട്ടല്ലേ? അറിയാമല്ലോ, ആത്മീയമായിട്ടല്ലേ? ജഡശരീരം നമ്മളാരേലും ഇങ്ങനെ നമ്മുടെ ആത്മാവിൻ്റെ മുകളിൽ നിന്ന് മുറിച്ച് പീസാക്കി നമ്മൾ കളഞ്ഞില്ലല്ലോ. അത് ആത്മീയമായിരിക്കുന്നൊരു കാര്യമല്ലേ ഇവിടെ പറയുന്നത്. അപ്പോൾ അതിനോട് ചേർത്ത് പറയാം, ആ ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങളിലെ നിയമങ്ങളിൽ പരിച്ഛേദന നമ്മൾ ഏറ്റു. രണ്ടാമത് പറയുകയാണ് സ്നാനത്താൽ നിങ്ങൾ അവനോടുകൂടെ അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിൻ്റെ വ്യാപാരശക്തിയിലുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ നിങ്ങളും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. കണ്ടില്ലേ? ഞാൻ മരിച്ചടക്കപ്പെട്ടവനാണെന്നേ. പിന്നെ എങ്ങനെ ഈ ന്യായപ്രമാണത്തിൻ്റെ നിയമം എനിക്ക് വരുന്നത്? എപ്പോൾ മരിച്ചടക്കപ്പെട്ടു? സ്നാനത്തിൽ. ഏത് സ്നാനത്തിൽ? എൻ്റെ ആത്മാവിൻ്റെ മേൽ ക്രിസ്തുവിൻ്റെ ആത്മാവ് വന്നപ്പോൾ ക്രിസ്തുവിൻ്റെ ജീവിതാനുഭവങ്ങൾ എൻ്റേതായി തീർന്നു. എനിക്ക് വേണ്ടി മരിച്ച മരണം ഞാൻ കൂടെ മരിച്ചതായി തീർന്നു. എനിക്ക് വേണ്ടി അടക്കപ്പെട്ട അടക്കൽ ഞാൻ കൂടെ അടക്കപ്പെട്ടതായി തീർന്നു. എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നത്, എനിക്ക് വേണ്ടി ഉയർപ്പ് ഞാനും അവനോട് കൂടെ ഉയർത്തെഴുന്നേറ്റ് പുതിയ മനുഷ്യൻ. അത് ക്രിസ്തുവിൻ്റെ ആത്മാവിലേക്ക് വന്നവൻ. ഞാൻ കഴിഞ്ഞ പോലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു, ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞായിരുന്നു. എന്താണെന്നറിയാമോ? ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ ഊമനും ചെകിടനുമായ ഒരു ആത്മാവ് ബാധിച്ച, നല്ല ബുദ്ധിമാനായിരിക്കുന്ന അല്ലെങ്കിൽ സംസാരിക്കുന്ന, ചെവി കേൾക്കാവുന്ന നല്ലൊരു ചെറുപ്പക്കാരൻ്റെ മേൽ ഊമനും കുരുടനുമായവൻ്റെ ആത്മാവ് ബാധിച്ചപ്പോൾ പിന്നെ അവൻ ഊമനായിപ്പോയി. അതെങ്ങനെ? ഈ ആത്മാവ് ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ശരീരം കൊണ്ടല്ലേ ഇവൻ സംസാരിക്കുന്നത്? നാവ് കൊണ്ടും ചുണ്ടുകൊണ്ടൊക്കെ അല്ലേ സംസാരിക്കുന്നത്? വായു കൊണ്ടല്ലേ സംസാരിക്കുന്നത്? അവനെങ്ങനെ ഊമനായിപ്പോയേ? ആത്മാവ് ഉള്ളിലേക്ക് ഊമനും ചെകിടനുമായ ആത്മാവ് ഉള്ളിലേക്ക് വന്നപ്പോൾ ഇവൻ്റെ പ്രകൃതി അതിൻ്റെ പ്രകൃതിയോട് ഏകീഭവിച്ചു. ആ ആത്മാവിൻ്റെ സ്വഭാവത്തോടും രീതികളോടും ഏകീഭവിച്ചിട്ട് പിന്നെ ഇവൻ മിണ്ടാതെയായി, പിന്നെ ഇവന് കേൾക്കാൻ വയ്യാതെയായി. കർത്താവ് ആ മനുഷ്യനിൽ നിന്ന് ദുർഭൂതത്തെ പുറത്താക്കി കളഞ്ഞപ്പോൾ ആത്മാവ് അവനെ വിട്ടുപോയപ്പോൾ ഊമൻ സംസാരിച്ചു എന്ന് എഴുതിയ ഞാൻ വാക്യങ്ങളെല്ലാം മുൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഊമൻ സംസാരിച്ചു. അതുവരെ അവന് സംസാരിക്കാൻ പറ്റുന്നില്ല. ആത്മാവിനാൽ ആത്മാവ് അവനിൽ വസിച്ചുകൊണ്ട് അവന് സംസാരിക്കാൻ പറ്റുന്നില്ല. ഇതേ കാര്യമാണ് യേശു ക്രിസ്തുവിൻ്റെ ആത്മാവിനാൽ ഞാൻ സ്നാനപ്പെട്ടപ്പോൾ
ഇത് ആത്മീയ സ്നാനമാണ്. മേലെ പറയുന്നത് പരിച്ഛേദന ആത്മീയ പരിച്ഛേദനയാണെങ്കിൽ ഇത് ആത്മീയ സ്നാനമാണ്. നിങ്ങൾ എന്താണ് ബൈബിൾ വ്യാഖ്യാതാക്കളായിരിക്കുന്ന പണ്ഡിതന്മാരോട് ചോദിച്ചു നോക്ക്, കൊലോസ്യ ലേഖനത്തിലെ ഈ സ്നാനം ജഡസ്നാനമാണോ ആത്മീയ സ്നാനമാണെന്ന് ചോദിച്ചു നോക്ക്. അവരെഴുതിയിരിക്കുന്ന പല പുസ്തകങ്ങൾ, അതായത് പിന്നെ സ്നാനം, വെള്ളത്തിലെ സ്നാനം ആവശ്യമാണ് എന്ന് പറയുന്ന പണ്ഡിതന്മാരെഴുതിയിരിക്കുന്ന, അങ്ങനെ പഠിപ്പിക്കുന്ന, സ്നാനപ്പെട്ടവരായിരിക്കുന്നവർ എഴുതിയിരിക്കുന്ന പല ഡിക്ഷണറികളും അല്ലെങ്കിൽ അങ്ങനെയുള്ളായിരിക്കുന്ന വേദ പഠന ബൈബിൾ ഗ്രന്ഥങ്ങളും എൻ്റെ അടുത്തുണ്ട്. അവരൊക്കെ എഴുതിയിരിക്കുകയാണ് ഈ സ്നാനം, ഈ കൊലോസ്യ ലേഖനത്തിലെ സ്നാനം ആത്മീയ സ്നാനമാണെന്ന് അവരെഴുതിയിരിക്കുകയാണ്. ചാൾസ് റയറി സ്റ്റഡി ബൈബിള്, അങ്ങനെയുള്ളതായിരിക്കുന്ന മറ്റ് പല പുസ്തകങ്ങളും, ഒരുപാട് പുസ്തകങ്ങളുണ്ട്. അതൊക്കെ വായിച്ചു നോക്കി. ഇവിടെ പറയുന്ന സ്നാനം ആത്മസ്നാനമാണെന്ന് പറഞ്ഞ് ഈ സ്നാനത്തെക്കുറിച്ച് പറഞ്ഞത് ഈ ന്യായപ്രമാണത്തിൻ്റെ നിയമത്തിലെ 2-ാമത്തെ കാര്യം, സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടെ അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിൻ്റെ വ്യാപാര ശക്തിയിലുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ നിങ്ങളും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവനോട് കൂടെ ഇതൊക്കെ ഞാൻ പറഞ്ഞതായതുകൊണ്ട് ഞാൻ അധികം കൂടെ മരിച്ചു, കൂടെ അടക്കപ്പെട്ടു, കൂടെ ഉയർത്തെഴുന്നേറ്റു. ഈ 2000 വർഷം കഴിഞ്ഞ് നിങ്ങൾ വെള്ളത്തിൽ മുങ്ങിയപ്പോഴാണ് അത് നടന്നത്, കൂടെ നടന്നത്. അന്ന് മരിച്ചവനോട് കൂടെ നിങ്ങളിപ്പം വെള്ളത്തിൽ മുങ്ങിയപ്പോഴാണ് നടന്നത്. കൂടെ നടന്നു എന്ന് പറഞ്ഞാൽ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റവൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ വന്നപ്പോൾ ഞാൻ അവനിൽ പരിപൂർണനായി തീർന്നു. ഇതാ മേലത്തെ 10-ാം വാക്യം പറഞ്ഞത്, ക്രിസ്തുവിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു എന്ന് പറയുന്നത് ഈ ന്യായപ്രമാണത്തിൻ്റെ നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും എല്ലാം നിങ്ങളെ പരിപൂർണരായിരിക്കുന്നത് എത്ര വ്യക്തമാണ്. അപ്പോൾ ഇതൊക്കെ ആത്മീയമായിരിക്കുന്ന കാര്യങ്ങളാണ്, ആത്മാവിൽ സംഭവിച്ച കാര്യങ്ങളാണ് പരിച്ഛേദനയും സ്നാനവും എല്ലാം. അല്ലാതെ ആരും ജഡശരീരത്തെ കഷ്ണമായിട്ട് കീറി കളഞ്ഞൊന്നുമില്ല, മുറിച്ച് കളഞ്ഞൊന്നുമില്ല. ജഡശരീരത്തെ ഉരിഞ്ഞ് കളഞ്ഞ് നമ്മൾ പരിച്ഛേദന ഏറ്റവരാന്ന് പറഞ്ഞു. ഇവിടെ സ്നാനം പറഞ്ഞിരിക്കുന്നതും നമ്മൾ കർത്താവിനോട് കൂടെ മരിച്ചടക്കപ്പെട്ട് ഉയർന്നേറ്റ സ്നാനത്തിന് പങ്കാളികളായി എന്നർത്ഥം. ആ കർത്താവിൻ്റെ മരണത്തെക്കുറിച്ച് കർത്താവ് സ്നാനം എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്, എനിക്കൊരു സ്നാനം ഏൽക്കാനുണ്ടെന്ന്. ആ സ്നാനത്തോട് നമ്മൾ പങ്കാളികളാണ്, അതിൽ നമ്മൾ മുഴുകി കർത്താവിൻ്റെ ആത്മാവ് വന്നപ്പോൾ. ഓക്കെ, അതിൻ്റെ അടുത്ത വാക്യം, അവനോട് കൂടെ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. 13-ാം വാക്യം, അതിക്രമങ്ങളിലും നിങ്ങളുടെ ജഡത്തിൻ്റെ അഗ്രചർമ്മത്തിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവനോട് കൂടെ ജീവിപ്പിച്ചു. നമ്മൾ മരിച്ചവരല്ലേ. എഫെസ്യർ 2-ാം വാക്യം, അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർത്തെഴുന്നേൽപ്പിച്ചു അല്ലേ. നമുക്കറിയാമല്ലോ, വാക്യങ്ങളൊക്കെ അറിയാമല്ലോ. അപ്പോൾ അവിടെ പറയുകയാണ്, അതിക്രമങ്ങളിലും നിങ്ങളുടെ ജഡത്തിൻ്റെ അഗ്രചർമ്മത്തിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവനോട് കൂടെ, അവനോട് എടുത്തെഴുതിയിരിക്കുക, അവനോട് കൂടെ 2000 വർഷം എൻ്റെ കർത്താവ് ഉയർത്തെഴുന്നേറ്റപ്പോൾ ഈ ഞാനും ഉയർത്തെഴുന്നേറ്റു. അതെങ്ങനെ എൻ്റെ പങ്കാളിത്തമായി? ഈ 2000 വർഷം കഴിഞ്ഞ് ജനിച്ച് ജീവിക്കുന്ന എൻ്റെ പങ്കാളിത്തമായത് ഉയർത്തെഴുന്നേറ്റവൻ്റെ ആത്മാവിനിലേക്ക് വന്നപ്പോൾ. അന്ന് അവൻ അനുഭവിച്ചത് ഇന്ന് എൻ്റെ കണക്കായി തീർന്നു, ഇന്ന് ഞാൻ അതിൽ പങ്കാളിയായി തീർന്നു. അതാ ഇതിൻ്റെ കാര്യം. ഇനി ഞാൻ അധികം വിശദീകരിക്കണ്ടല്ലോ, ഞാൻ പറയുന്നത് തന്നെ പിന്നെയും പറയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതൊക്കെ എൻ്റെ കേൾവിക്കാരുടെ ഹൃദയങ്ങളിലൊന്നും വെളിപ്പെട്ടെങ്കിൽ ചിലപ്പോൾ നല്ല വിഷമമുണ്ട്. ഇത്രയും ഈ പച്ചയായിരിക്കുന്ന സത്യങ്ങളെ കേൾവിക്കാർ അവഗണിച്ച് കളയുന്ന കാണുമ്പോൾ, അവരെന്നിട്ട് അതിന് തെറ്റായ വ്യാഖ്യാനം കൊടുക്കുന്ന കാണുമ്പം ചിലപ്പോൾ കണ്ണ് നിറഞ്ഞു പോകാറുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, പിന്നെയും പറഞ്ഞു പോകുന്നത്, ക്ഷമിക്കണം. അഗ്രചർമ്മത്തിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവനോട് കൂടെ ജീവിപ്പിച്ചു. 14-ാം വാക്യം, അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ചു ചട്ടങ്ങളാൽ. എല്ലാ അതിക്രമങ്ങളും നമ്മളോട് ക്ഷമിച്ചു ചട്ടങ്ങളാൽ. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ചു ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് മായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലമായിരുന്ന കൈയെഴുത്തേതാ? ന്യായപ്രമാണം. അപ്പോൾ നിങ്ങൾ എന്നോടൊരു ചോദ്യം ചോദിക്കും, അത് യഹൂദനല്ലേ ബ്രദറെ ന്യായപ്രമാണം? നമുക്കെവിടെയാണ് ന്യായപ്രമാണം? നമ്മൾ ജാതികളല്ലേ, ജാതികൾക്ക് ന്യായപ്രമാണം ഉണ്ടെന്ന് ചോദിക്കും. നിങ്ങൾ റോമാലേഖനം 2-ാം വാക്യം വായിച്ചു നോക്കുക. ന്യായപ്രമാണമില്ലാത്ത ജാതികൾ ന്യായപ്രമാണത്തിലുള്ളത് സ്വഭാവത്താൽ ചെയ്യുമ്പോൾ അവർക്ക് തന്നെ ഒരു ന്യായപ്രമാണമാകുന്നു. വാക്യം ഞാൻ വായിക്കണ്ടല്ലോ, ഇത് തന്നെയാണ് വാക്യം. റോമാലേഖനം 2-ാം വാക്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അവിടെ നമ്മൾ വായിക്കാം, ന്യായപ്രമാണമില്ലാത്ത ജാതികൾക്കൊരു ന്യായപ്രമാണമുണ്ട്. എന്നറിയാവോ? ന്യായപ്രമാണമില്ലാത്ത ജാതികൾ ന്യായപ്രമാണത്തിലുള്ളത്, അതിനകത്ത് എന്താണ് എഴുതിയിരിക്കുന്നത്? അത് സ്വഭാവത്താൽ ചെയ്യുമ്പോൾ. ന്യായപ്രമാണമില്ലാത്ത ജാതികൾ അവർക്ക് തന്നെ ഒരു ന്യായപ്രമാണം. അപ്പോൾ ന്യായപ്രമാണം നമുക്കുണ്ടോ? സമ്മതിക്കില്ലേ? നിങ്ങളുണ്ടെന്ന് സമ്മതിക്കില്ലേ? സമ്മതിക്കും. ഇവിടെയും പറഞ്ഞത്, അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ചു ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് മായ്ച്ചു കളഞ്ഞു. അവിടെ കയ്യിലെഴുതി കൊടുത്ത ഈ ന്യായപ്രമാണം, ആ കൈയെഴുത്ത് മായ്ച്ചു കളഞ്ഞു. ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു.
ക്രൂശിൽ വെച്ച് ഈ ന്യായപ്രമാണത്തിൻ്റെ നിയമങ്ങൾ നമ്മളെ സംബന്ധിച്ച് നീങ്ങിപ്പോയി, യഹൂദനെ സംബന്ധിച്ച് വിശ്വസിക്കുന്ന യഹൂദനെ സംബന്ധിച്ച് നീങ്ങിപ്പോയി. ഇതെല്ലാം ക്രിസ്തുവിൻ്റെ ക്രൂശിൽ നീങ്ങിപ്പോയി. ഈ ന്യായപ്രമാണത്തിൻ്റെ ഉപദേശമാണ് പരിച്ഛേദന, സ്നാനം. ഇതെല്ലാം നമ്മൾ ഇന്ന് യഥാർത്ഥമായി പരിച്ഛേദനയേറ്റവരാണ്, നമ്മൾ ഇന്ന് യഥാർത്ഥമായി സ്നാനപ്പെട്ടവരാണ്, നമ്മൾ ക്രിസ്തുവിനോട് ചേർന്ന് പൂർണ്ണത പ്രാപിച്ചവരാണ്, നമ്മൾ ക്രിസ്തുവിൻ്റെ സകല അവകാശങ്ങൾക്ക് ഓഹരിക്കാരാണ്. കർത്താവ് അനുഭവിച്ചതെല്ലാം ഇന്ന് നമ്മുടെ പങ്കാളിത്തമായി തീർന്നു. ഇതിൽ കൂടുതൽ എനിക്ക് വിശദീകരിക്കാനായിട്ട് കഴിയില്ല പ്രിയമുള്ളവരെ. ഒരു വാക്യം കൂടി അതിനകത്തുണ്ട്, 15-ാം വാക്യം. കയ്യെഴുത്ത് മായ്ച്ച് ക്രൂശിൽ വെച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു, വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു, ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി, അവരെ പരസ്യമായ കാഴ്ചയാക്കി. വാഴ്ചകളും അധികാരങ്ങളും എന്ന് പറഞ്ഞാൽ സാത്താന്യ അധികാരങ്ങൾ, സാത്താന്യ വാഴ്ചകൾ, സാത്താനും അവൻ്റെ വാഴ്ച സംഘങ്ങളും അവരെയാണ് വാഴ്ചകളെയും അധികാരങ്ങളും. ഞാനിതിനെക്കുറിച്ച് സെപ്പറേറ്റ് വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് നിങ്ങൾ കാണണം. സാത്താൻ്റെ ആയുധവർഗം എന്താണ് എന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, കാണണം. എന്താ ആയുധവർഗം എന്നറിയാം സാത്താൻ്റെ? പലരും വിചാരിക്കുന്നത് സാത്താൻ്റെ ആയുധവർഗം ആർക്കും കണ്ടെത്താൻ പറ്റില്ല എന്നാണ്. സാത്താൻ്റെ ആയുധവർഗം ന്യായപ്രമാണമാണ്. ഞാൻ ഒറ്റ വാക്കി പറഞ്ഞ് നിങ്ങൾ വിശ്വസിക്കുമോ? വിശ്വസിക്കില്ലെങ്കിൽ നിങ്ങൾ എൻ്റെ ആ പഴയ വീഡിയോ ഒന്ന് കാണണം. ഓക്കെ, അപ്പോൾ നിങ്ങളത് വിശ്വസിക്കും. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൂടി കൊണ്ടാടി. എങ്ങനെ ക്രൂശിൽ ജയോത്സവം കൊണ്ടാടിയേ? ന്യായപ്രമാണത്തിൻ്റെ നിയമങ്ങളെ തറച്ച് നീക്കിക്കളഞ്ഞ, നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞ ക്രൂശിലാണ്. അപ്പോൾ സാത്താൻ പരാജയം, അവൻ്റെ ആയുധവർഗത്തിൻ്റെ മൂർച്ച അല്ലെങ്കിൽ ആയുധവർഗം തന്നെ അവന് നഷ്ടപ്പെടുകയായിരുന്നു. എന്താ അറിയാം അവൻ്റെ ആയുധം? ന്യായപ്രമാണത്തിൽ എന്തെല്ലാം കാര്യം ചെയ്യരുത് ചെയ്യരുത് ചെയ്യരുതെന്ന് പറഞ്ഞോ, അത് ബലഹീനനായ മനുഷ്യനെ കൊണ്ട് അവൻ ചെയ്യിപ്പിക്കും. ചെയ്യടാ 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 എന്ന് പറഞ്ഞ് ചെയ്യിപ്പിക്കും. അവനത് ചെയ്ത് കഴിയുമ്പോൾ അവനെതിരെ വിരൽ ചൂണ്ടും. എന്താ വിരൽ ചൂണ്ടുന്നത്? അവനെതിരെ വിരൽ ചൂണ്ടും ദൈവത്തിന് മുമ്പിൽ. കണ്ടില്ലേ നിൻ്റെ ജനം കാണിക്കുന്നത്? നിൻ്റെ കൽപ്പന ലംഘിച്ച് ചെയ്യുന്നത് കണ്ടോ? അവൻ്റെ ആയുധം ന്യായപ്രമാണമാണ്. ഇനി ന്യായപ്രമാണത്തിൽ ചെയ്യണം 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 എന്ന് പറഞ്ഞിരിക്കുന്ന ഒരുപാട് കാര്യമുണ്ട്. അത് ചെയ്യാൻ പറ്റാതെ വണ്ണം ഇവനെ ബലഹീനനാക്കി തീർക്കും. റോമലേഖനം 8-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, ജഡത്തിൻ്റെ ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സ്ഥാപിപ്പാൻ നമ്മുടെ കർത്താവ് പോകുന്നതൊക്കെ നമ്മൾ വായിക്കുന്നില്ല, ജഡത്തിൻ്റെ ബലഹീനത നിമിത്തം. അപ്പോൾ ചെയ്യണം 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 എന്ന് പറഞ്ഞിരിക്കുന്നത് ചെയ്യാൻ പറ്റാതെ വണ്ണം അവനെ ബലഹീനപ്പെടുത്തിയിട്ട് ഈ യഹൂദനെതിരെയും ഈ ജനത്തിനെതിരെയും ദൈവത്തോട് അവൻ ചോദിക്കുക. അവൻ്റെ മുമ്പിൽ ചെന്നിട്ട്, കണ്ടില്ലേ നിൻ്റെ ജനം കാണിക്കുന്നത്? രാപ്പകൽ ദൈവത്തിൻ്റെ മക്കളെ രാപ്പകൽ ദൈവസന്നദ്ധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദി അവൻ്റെ ആയുധം ന്യായപ്രമാണമാണ്. അതായത് തെറ്റ് ചെയ്യുമ്പോൾ നമുക്കെതിരെ അവൻ അവിടെ വിരൽ ചൂണ്ടുക ദൈവത്തോട്. കണ്ടില്ലേ നിൻ്റെ ആത്മാവ് വസിക്കുന്നവൻ? കണ്ടില്ലേ നിന്നെ പ്രസംഗിക്കുന്നവൻ കാട്ടിക്കൂട്ടുന്ന നീ കണ്ടോ എന്ന് ചോദിക്കുക. അപ്പോൾ ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുന്നത് ചെയ്യാൻ പറ്റാതെ ബലഹീനപ്പെടുത്തുന്നത് ഇവൻ്റെ തന്ത്രമാണ്, ഇവൻ്റെ ആയുധവർഗം അതാണ്. ഞാനത് ആ വീഡിയോയിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് ക്രൂശിൽ തറച്ച് അതാണ്. ഒന്നിച്ചത് വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്താണ്? അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലമായിരുന്ന കൈയെഴുത്ത് മായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. കൈയെഴുത്ത് ന്യായപ്രമാണം. എന്നിട്ട് അവിടെ കുത്തും കോമയും കൊടുത്തു. അവിടെ ഫുൾ സ്റ്റോപ്പ് അല്ല കൊടുത്തേ, കുത്തും കോമയും കൊടുത്തിട്ട് പറഞ്ഞു, ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു, വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു, ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി, അവരെ പരസ്യമായ കാഴ്ചയാക്കി. ഇത് എന്തുകൊണ്ടാണെന്നറിയാവോ? ഈ സാത്താന് ന്യായപ്രമാണത്തിൻ്റെ കുറ്റകൃത്യങ്ങൾ ഉന്നയിച്ചത് മനുഷ്യന് വിശ്വാസികളെ കുറ്റപ്പെടുത്താൻ പറ്റാതെ ന്യായപ്രമാണം നീക്കിക്കളഞ്ഞതുകൊണ്ട്. അവൻ്റെ ആയുധവർഗം ന്യായപ്രമാണമാണ്. ദൈവത്തിൻ്റെ നിയമലംഘനമാണ് അവൻ്റെ ആയുധം. ദൈവം എന്തെല്ലാം പറഞ്ഞോ അതിനെയൊക്കെ ലംഘിപ്പിക്കുക, അതിനെയൊക്കെ എതിർത്ത് മനുഷ്യനെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുക, എന്നിട്ട് അവനെ കുറ്റച്ചുമത്തുക. ഇത് അവൻ്റെ ആയുധം. അല്ലാതെ അവൻ്റെ ആയുധം വേറെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന മാതിരി പീരങ്കിയും കൊടുവാളൊന്നും അല്ല. സാത്താൻ്റെ ആയുധം ന്യായപ്രമാണമാണ്. അതാ ക്രൂശിൽ വെച്ച് തറച്ച് നീക്കിക്കളഞ്ഞ് നമ്മളെ സംബന്ധിച്ച് ഈ ന്യായപ്രമാണം നീക്കിക്കളഞ്ഞു. ന്യായപ്രമാണത്തിൻ്റെ നീതിയൊക്കെ നമ്മളിൽ നിവൃത്തിയായി. പരിച്ഛേദനയും നിവൃത്തിയായി. ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞാൽ സ്നാനവും നിവൃത്തിയായി. യേശുക്രിസ്തുവിൻ്റെ ആത്മാവ് എന്നിലേക്ക് വന്നപ്പോൾ എനിക്ക് വേണ്ടി മരിച്ചു ആ പുതിയ മനുഷ്യനായി ഞാൻ തീർന്നു. മരിച്ചു കിടക്കുന്നവന് ന്യായപ്രമാണം ബാധകമാണോ എന്ന് പറഞ്ഞാൽ ഞാൻ ജഡത്തിൽ മരിച്ചവനാണെങ്കിൽ പിന്നെ എനിക്ക് ആ ന്യായപ്രമാണത്തിൻ്റെ സ്നാനവും വേണ്ട, പരിച്ഛേദനയും വേണ്ട, ഒന്നും വേണ്ട. ഇതെല്ലാം ഇവിടെ പൂർത്തിയായി. ഞാൻ ഇന്നത്തോടെ സ്നാനം എന്ന വിഷയം അവസാനിപ്പിക്കുന്നു. ദൈവം എൻ്റെ കേൾവിക്കാരുടെ ഹൃദയം തുറന്നെങ്കിൽ സത്യം മനസ്സിലാക്കാൻ നിങ്ങളുടെ ഹൃദയത്തോട് ദൈവം ഇടപെടട്ടെ. ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ,
ദൈവവചനത്തിൽ എന്തുമാത്രം മഹാസത്യങ്ങൾ മറിഞ്ഞിരിക്കുന്നു. ഇതൊന്നും അറിയാതെ നമ്മളെ പഠിപ്പിക്കുന്നവർ പോലും വഞ്ചിക്കപ്പെട്ട് കിടക്കുന്നു. അവരിൽ നിന്ന് പഠിക്കുന്ന നമ്മൾ വഞ്ചിക്കപ്പെട്ട് കിടക്കുന്നു. ഹൃദയം ദൈവസന്നിധിയിൽ പകരൂ. സത്യത്തിനായി നിങ്ങളുടെ നാവ് ഉയരട്ടെ. സത്യം സംസാരിക്കൂ. നിങ്ങളെ വഞ്ചിക്കാനല്ല പറയുന്നത്, ചതിക്കാനല്ല പറയുന്നത്. ദൈവം നിങ്ങളോട് ഇടപെടട്ടെ. എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് ഇന്നും എന്നേക്കും മഹത്വമുണ്ടാകുമാറാകട്ടെ. ആമേൻ, ആമേൻ.